ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാനോ മെഷീൻ്റെ പുതിയ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടതാണ് ലെഫ്റ്റ് ഗാർഡിയൻ ആരും കാണാതെ നമ്മുടെ നായകന് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പോണത്. പക്ഷെ ആരും കണ്ടില്ല എന്ന് വിചാരിച്ച വെറുതെയാണ്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സീൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ സിയോമാങ് ഓടുന്നത് കാണിച്ചിട്ടാണ്. സിയോമാങ് വിചാരിച്ച് ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ ദൂരെ നിന്ന് രണ്ടുപേരെ അവിടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാരാണെന്നറിയോ? ഒന്ന് നമ്മുടെ റൈറ്റ് ഗാർഡിയനും പിന്നൊന്ന് ഹെഡ് ഗാർഡിയനുമാണ്. റൈറ്റ് ഗാർഡിയൻ പറഞ്ഞു, അങ്ങനെ ആ എലിയെ കിട്ടി, അതായത് സർ സിയോമാങ്ങിനെ. ഇത്രയും കാലം ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഹെഡ് ഗാർഡിയൻ ചോദിച്ചു. ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഓർഡർ ധിക്കരിക്കുക? റൈറ്റ് ഗാർഡിയൻ പറഞ്ഞു. എന്തായാലും ആ എലി വന്നു പോകുന്നത് ഇനി കാണണ്ടല്ലോ. ഇനി മുതൽ എന്തായാലും ആ ഭാഗത്ത് ഗാർഡ്സിനെ നിർത്തണം. അവർ റെസ്റ്റ് എടുത്തതൊക്കെ മതി. അപ്പോൾ ശരി, ഞാൻ പോട്ടെ, ഹെഡ് ഗാർഡിയൻ പറഞ്ഞു. പക്ഷേ സർ നിങ്ങളെന്താണ് സ്റ്റുഡൻറ് നമ്പർ 7 മാത്രം ഇത്ര ദയ കാണിക്കുന്നത്? റൈറ്റ് ഗാർഡിയൻ ചോദിച്ചു. അതെന്താന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസിനും ഒരു ഫെയർ ചാൻസ് കിട്ടണം. ഓഹോ, അപ്പോൾ നിങ്ങൾ എല്ലാ സ്റ്റുഡൻസിനും ഒരു ഫെയർ ചാൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലേ? നിനക്കറിയാത്ത കാര്യങ്ങളിലൊന്നും നീ തലയിടാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് ഹെഡ് ഗാർഡിയൻ അവിടെ നിന്ന് പോയി. അദ്ദേഹത്തിന് എന്തായാലും കാറ്റിൻ്റെ ശക്തി തന്നെ. അദ്ദേഹത്തെ പിടിക്കണമെന്ന് വിചാരിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, റൈറ്റ് ഗാർഡിയൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും ഈ 2 ആഴ്ച കൊണ്ട് അവനൊരു ഫെയർ ചാൻസ് കിട്ടി കാണുമോ? അതിനുശേഷം സീൻ നേരെ നമ്മുടെ ഇൻഫർമറിയിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മുടെ ഫിസിഷ്യൻ ബാക്ക് യോവോണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയാൻ തുടങ്ങി, സാധാരണ ഞാൻ വരുമ്പോഴൊക്കെ ഇവൻ നീച്ചിരിക്കാറുണ്ടല്ലോ, ഇന്നെന്താ ഇത്ര നേരമായിട്ട് ഇവൻ ഉറങ്ങുകയാണല്ലോ? എന്താ സംഭവിച്ച്? എന്തായാലും ഇന്നാണല്ലോ അവൻ്റെ ലാസ്റ്റ് ഡേറ്റ്. എന്നും കൂടി അവൻ നല്ല രീതിക്ക് റെസ്റ്റ് എടുത്തോട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ചോരക്കളിയായിരിക്കും. എന്തായാലും നീ റെസ്റ്റ് എടുത്തോ. പക്ഷേ യോവോൺ ഉറങ്ങുകയായിരുന്നില്ല. അവൻ നാനോയെ വെച്ച് മസിൽ ഫൈബറും ബ്ലഡ് വെസലും ഒക്കെ ബട്ടർഫ്ലൈ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 1 മണിക്കൂർ ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫിസിഷ്യൻ ബാക്ക് ഭയങ്കരമായിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങി കൊടുക്കുക. അദ്ദേഹം എണീറ്റതും നേരെ യോവോൻ്റെ അടുത്തേക്ക് ഓടി. എന്താ എന്താ നിനക്ക് സംഭവിച്ചത്? നീ ഓക്കെ അല്ലേ? നോക്കുമ്പോൾ നമ്മുടെ യോവോൺ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. ഇവൻ എന്താ പറ്റിയത്? പെട്ടെന്നൊരു വയ്യായും ഛർദിയും. നീ ഓക്കെ അല്ലേ? നിനക്കെന്തെങ്കിലും വയ്യായ്ക തോന്നുന്നുണ്ടോ? ഇല്ല, അത് കുഴപ്പമില്ല. എന്തായാലും നീ കിടക്ക്, ഇപ്പോൾ കുറച്ച് ബെറ്ററായി എന്ന് തോന്നുന്നു. എന്താ ഇത്? ഇവൻ ഉറങ്ങുകയായിരുന്നില്ലേ? എന്നിട്ടെന്താ ഇവൻ്റെ പൾസ് എത്ര ഫാസ്റ്റ്? ഇവനാണെങ്കിൽ ഇവൻ്റെ ലിമിറ്റ് പുഷ് ചെയ്ത് അത്രത്തോളമാണ് ഇവൻ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അപ്പോഴേക്കും നാനോ പൾസെല്ലാം നോർമലാക്കി. ഫിസിഷ്യൻ ബേക്കിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചു. അദ്ദേഹം മനസ്സിലളിച്ചു, എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്? ഇപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ പൾസൊക്കെ നോർമലായി മാറി. ആ ഫിസിഷ്യൻ ബേക്കാണ് ഇതൊന്നും എന്നെ പഠിപ്പിച്ച് തന്നിട്ടുമില്ലല്ലോ. ആകെ പെട്ടുപോയി എന്നാ തോന്നണം. നീ എന്തായാലും കിടന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അദ്ദേഹം പോയതും യോവോൺ പെട്ടെന്ന് എണീറ്റു. എന്നിട്ട് അവൻ്റെ കൈയൊന്ന് ചുരുട്ടിപ്പിടിച്ച് നോക്കി. അവന് തന്നെ അത്ഭുതമായി. എൻ്റെ കയ്യിലെ പവർ അത് 6 മണിക്കൂർ മുന്നുള്ളതിനേക്കാൾ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടല്ലോ. ഇനി ഞാനൊന്ന് നോക്കട്ടെ സർ സിയോമാങ് എത്രത്തോളം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇത്രത്തോളം പവർ ഈ ചുരുങ്ങിയ ടൈം കൊണ്ട് എൻ്റെ ബോഡി നേടിയെടുത്തു എന്നറിഞ്ഞാൽ അദ്ദേഹം എന്തായാലും ഷോക്കായി പോവും. പിന്നീട് നമ്മളെ സർ സിയോമാങ്ങിൻ്റെ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ പവർ പോലും യൂസ് ചെയ്യുന്നില്ല. വെറും കാറ്റ് വെച്ചുകൊണ്ടാണ് ഫൈറ്റിംഗ് ഫോമൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യോവോൺ മനസ്സിൽ വിചാരിച്ചു. ഞാനോ അത് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യുക. ഞാൻ എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞു. നീയെല്ലാം കണ്ടില്ലേ യോവോൺ? എന്തായാലും ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. എനിക്ക് ഇനിയും നിന്നെ ഫൈറ്റിംഗ് ഫോംസ് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, നിൻ്റെ ഈ ടാലൻറ്റ് വെച്ച് നീ എന്തായാലും ഞാൻ ഈ കാണിച്ച ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് നീ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെന്നെ കുറേ പഠിപ്പിച്ചു സാർ. താങ്ക് യു, വളരെ നന്ദി. നീ എന്തായാലും അക്കാഡമിയിലേക്ക് തിരികെ കാലെടുത്ത് വെക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം ആകെ മാറി മറിഞ്ഞിട്ടുണ്ടാവും. നീ ഒരിക്കലും വിട്ടുകൊടുക്കാൻ നിൽക്കരുത്. എന്തായാലും ഒരാളെങ്കിലും
ഈ അക്കാഡമിയിൽ എൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും എൻ്റെ മാസ്റ്ററെ ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കില്ല. ഞാനോ? നീ അദ്ദേഹം കാണിച്ചതൊക്കെ സ്കാൻ ചെയ്തില്ലേ? അതെ, ഞാനെല്ലാം സ്കാൻ ചെയ്തു. അതെന്തായാലും 6 മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാറ്റാം. എന്ത്? 6 മണിക്കൂറോ? എന്താ ഇത്രത്തോളം സമയമെടുക്കുന്നു? സിയോപ് മാഗിൻ്റെ ടെക്നിക്കിനനുസരിച്ച് നിങ്ങളുടെ ബ്ലഡ് വെസലും മസിൽ ഫൈബറും എനിക്ക് മാറ്റിയെടുക്കണം. അതിനാണ് ഈ 6 മണിക്കൂർ. പിന്നീട് നമ്മൾ കാണിക്കുന്നത് യോവോൺ ആ ടെക്നിക്കുകളെല്ലാം ഒന്ന് പരിശീലിച്ച് നോക്കുന്നതാണ്. കൊള്ളാം. എന്തായാലും ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിലെ ഫസ്റ്റ് ഫോം ഞാൻ സർ സിയോപ് മാഗിനെ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ഫോം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വരാന്തയിലൂടെ ആരോ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എപ്പോൾ മുതൽ എൻ്റെ സെൻസൊക്കെ ഇത്രത്തോളം കൂടിയത്? ഈ പവറൊക്കെ കിട്ടിയതുകൊണ്ടാണോ ഈ സെൻസും കൂടിയത്? എന്തായാലും കൊള്ളാം. ഇപ്പം ഞാൻ എല്ലാത്തിനും റെഡിയായി. ആ വരാന്തയിലൂടെ വന്നിരുന്ന നമ്മുടെ ഫിസിയൻ ബാക്കായിരുന്നു. നീ എഴുന്നേറ്റോ? എന്താ റെഡിയായി നിൽക്കുകയാണല്ലോ. ഞാൻ ഡിസ്ചാർജ് ആവാൻ വേണ്ടി റെഡിയാകുമായിരുന്നു. എനിക്കല്ലെങ്കിലേ പേഷ്യൻസ് ഇല്ല. ഇനി നീയും കൂടി പോയി കഴിഞ്ഞാൽ എനിക്കാകെ ബോറടിയായിരിക്കും ഇവിടെ. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്കെന്തായാലും വൈകാതെ തന്നെ കൂടുതൽ പേഷ്യൻസിനെ കിട്ടും. എനിക്ക് ഓക്കെ. പക്ഷേ അത് വേണ്ട. ഈ അക്കാഡമിയിൽ പേഷ്യൻസ് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നെ ഇത്രയും കാലം നല്ല രീതിയിൽ നോക്കിയതിന് വളരെ നന്ദി ഫിസിയൻ ബേക്ക്. ഇനി നീ സൂക്ഷിച്ചോളുണ്ടു. ഇനിയൊന്നും കാര്യങ്ങളത്ര ഈസി അല്ല. ഇനി എനിക്ക് ചെയ്യാൻ പണിയൊന്നുമില്ല. ഒന്ന് ഉറങ്ങിയേക്കാം എന്നും പറഞ്ഞ് ഫിസിയൻ ബേക്ക് അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. പിന്നെ യോവോൺ പുറത്തിറങ്ങി മനസ്സിൽ വിചാരിച്ചു, സർ സിയോപ് മാങ് എന്നെ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഫിസിയൻ ബേക്ക് അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിതിനൊന്നും ഇന്ന് സാധിക്കില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഈ ദയ ഞാൻ ഒരിക്കലും മറക്കില്ല ഫിസിയൻ ബേക്ക്. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം കൂടുതൽ പേഷ്യൻസിനെ ഇവിടെ വേണമെന്നല്ലേ? ആ ആഗ്രഹം ഞാൻ എന്തായാലും സാധിച്ചു തരും. പിന്നീട് നമ്മളെ കാണിക്കുന്ന മുഗിയോം അവൻ്റെ അസിസ്റ്റൻറ്റും ഹിയോബോങ് ഒക്കെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും നമ്മളെ യോവോണിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ യോവോൺ എന്തായാലും വീണ്ടും അക്കാഡമിയിലേക്ക് കാലുകുത്തി. ഇനി നമുക്കവിടെ നമ്മുടെ യോവോണിൻ്റെ കുറച്ച് മാസ് മൊമെൻറ്റ്സൊക്കെ കാണാം. ഫിസിയൻ ബേക്കിന് വാക്ക് കൊടുത്ത പോലെ കൂടുതൽ പേഷ്യൻസിനൊക്കെ നമുക്ക് എത്തിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ എന്തായാലും വരും വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. വരും വീഡിയോസിൽ കാണും വരെ ബൈ ബൈ.